Hello all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോളിയസ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ്. ഒരേ സമയം ഔട്ട്ഡോർ ആയിട്ടും ഇൻഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലച്ചെടികളാണ് കോളിയസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് പൊതുവെ തിരുഹൃദയ ചെടി എന്നാണ് പറയാറ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് സാധാ ചെടികളൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇത് വെക്കാം. അതേപോലെ തന്നെ നമ്മൾ മണി പ്ലാന്റ്സ് ഒക്കെ ബോട്ടിൽസിൽ വെക്കാറുണ്ട് വെള്ളം ഒഴിച്ചിട്ട്. അങ്ങനെ നമുക്ക് ഈ കോളിയാസ് പ്ലാന്റ്സ് വളർത്താവുന്നതാണ്. അപ്പോൾ കോളിയാസ് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആണെങ്കിലും വളരെ സിമ്പിളാണ്. ഈ ഒരു ചെറിയൊരു ബ്രാഞ്ച് വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് വളരെ ചെറിയൊരു ബ്രാഞ്ചാണ്. ഇത് വെച്ചിട്ട് തന്നെ നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കമ്പ് വെച്ചും വിത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ ചെറിയ രീതിയിലുള്ള പൂക്കളുണ്ടാവും. ഇത് അതിൻ്റെ മുട്ടാണ്. അപ്പോൾ നമുക്ക് വിത്തെടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. വിത്തെടുക്കാനായിട്ട് മാത്രം കുറച്ച് പൂക്കൾ വളരാനായിട്ട് അനുവദിച്ചിട്ട് ബാക്കിയുള്ള പൂക്കൾ എപ്പോഴും നമ്മൾ മാറ്റുന്നതാണ് ചെടിയുടെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ചെടി ഇങ്ങനെ നേരെ കോല് പോലെ പോയി ആ ചെടിയുടെ ഭംഗി നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. നമുക്ക് ബുഷ് പോലെ നിൽക്കാനായിട്ടാണ്, നല്ല ബുഷിയായിട്ട് നിൽക്കാനായിട്ടാണ് ആഗ്രഹമെങ്കിൽ നമ്മളെപ്പോഴും പൂക്കൾ റിമൂവ് ചെയ്യുക. ഇത് കോളിയാസിൻ്റെ ഒരു വെറൈറ്റിയാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ട് കണ്ടോ, ഒരു ചെറിയ ഡിസൈൻ ഉണ്ട്. ഒരു ഗ്രീൻ കളറാണ് ആ ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത് കോളിയാസിൻ്റെ. ഇത് വേറൊരു ചെടിയാണ്, ഒരു ഗ്രേപ്സിൻ്റെ കളറാണ്. നടുക്ക് വേറൊരു ലൈറ്റ് ഷെയ്ഡുള്ളൊരു പിങ്കും വരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ താഴേക്ക് ഉള്ള ഇലകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്രീൻ കളറാണ്, ഈ ഇലയൊക്കെ ഗ്രീൻ കളറാണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകതയാണത്. കൂടുതൽ വെയിലുള്ള സ്ഥലത്ത് ഇതിങ്ങനെ ഒരു ഗ്രേപ്സിൻ്റെ കറക്റ്റ് കളറിൽ വരികയും വെയിൽ കുറഞ്ഞിട്ടുള്ള സ്ഥലത്തൊരു ഗ്രീനിഷ് കളറിൽ നിൽക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ വിൻഡോസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിലാണ് ഈ ഒരു കളറ് പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ. ഓക്കെ, നമ്മളപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. ഇതിപ്പോൾ തണലിൽ വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ സെയിം പ്ലാന്റ് തന്നെയാണ്, നമ്മൾ തണലിൽ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ കളർ കണ്ടോ, ഒരു ഗ്രീനിഷ് കളർ വന്നിട്ട് സെൻറ്ററിൽ മാത്രം ചെറിയൊരു പർപ്പിൾ കളറിൻ്റെ ഒരു ലൈറ്റ് കളറായിട്ട് വന്നിരിക്കുകയാണ്. നേരെ മറിച്ച് വെയിലത്ത് വെച്ചിട്ടുള്ള പ്ലാന്റ് ഫുള്ളൊരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും, തണലിലും വെയിലും വെക്കുമ്പോഴുള്ള പ്ലാന്റിൻ്റെ ഡിഫറൻസ്. ഇപ്പം നമ്മളൊരു ഗാർഡൻ പുതുതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഗാർഡനിൽ തുടക്കക്കാരാണെങ്കിലൊക്കെ അവർക്ക് പറ്റിയൊരു ചെടിയാണ് ഈ കോളിയസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. കാരണം വളരെ കുറച്ച് കെയർ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. നമ്മുടെ ഗാർഡൻ ഒന്ന് കളർഫുൾ ആക്കാനായിട്ട് ഈ ഒരു ഇല ചെടികൾ മാത്രം മതിയാവും നമുക്ക്. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോളിനേഷൻ സംഭവിച്ച് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും. നമ്മൾ പണ്ട് സ്കൂൾസിലൊക്കെ പഠിച്ചിട്ടുണ്ട് പോളിനേഷനെ കുറിച്ച്. പരാഗണം സംഭവിച്ച് ഇതിനൊരുപാട് വെറൈറ്റീസ് ഉണ്ടാവും. സെൽഫ് പോളിനേഷനിലൂടെയും ക്രോസ് പോളിനേഷനിലൂടെയും നമുക്ക് ഈ ഒരു 2-3 വെറൈറ്റീസിൽ നിന്ന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കാവുന്നതാണ്. വളപ്രയോഗങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് വളരുന്നതാണ്. പിന്നെ നമുക്ക് അത്രയ്ക്ക് വളമിട്ട് കൊടുത്തേ മതിയാവുന്നതാണെങ്കിൽ നമുക്ക് ഉണക്കച്ചാണകമോ അല്ലെങ്കിൽ ചകിരിച്ചോറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് വെള്ളം കൂടരുത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും. കാരണം ഇതിൻ്റെ തണ്ടെന്ന് പറയുന്നത് എപ്പോഴും ഈർപ്പം നിലനിർത്തുന്ന രീതിയിലുള്ളൊരു തണ്ടാണ്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് എപ്പോഴും ഇളകിയ മണ്ണിലാണിത് നന്നായിട്ട് വളരുന്നത്. കാരണം ഇതിൻ്റെ വേരോടാനായിട്ടുള്ളൊരു സ്പേസ് എപ്പോഴും ഈ ചെടിക്ക് ആവശ്യമാണ്. പിന്നെ മഴവെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊന്നും നമ്മളിത് വെക്കാതിരിക്കുക. കാരണം ഓൾറെഡി പറഞ്ഞല്ലോ, വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്.
ചെടിച്ചട്ടിയിലോ മണ്ണിലോ ഒക്കെ നമുക്കിതിനെ വളർത്താവുന്നതാണ്. നമ്മളിവിടെ കൂടുതലും മണ്ണിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്, നിലത്ത് തന്നെയാണ് ഈ ചെടി കൂടുതലും വെച്ചിട്ടുള്ളത്. ചട്ടിയിൽ നമുക്ക് നല്ല ബുഷിയായിട്ട് ഇതിനെ വളർത്താം. അപ്പോൾ നല്ല ബുഷിയായിട്ട് എങ്ങനെ നമുക്ക് ചെടിച്ചട്ടിയിൽ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മണ്ണെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇളക്കമുള്ള മണ്ണാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചാണകപ്പൊടിയോ ചകിരിച്ചോറോ എന്തെങ്കിലും എടുക്കാം. നമ്മളിവിടെ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, മണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് എടുക്കാം. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് എടുത്തു. നമ്മൾ 2 വെറൈറ്റിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 വെറൈറ്റിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതും ആ ഒരു ചെറിയ പ്ലാന്റുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയുടെ അരികിലോട് ചേർന്ന് നമ്മൾ കൂടുതലെടുത്ത ആ ഒരു ഗ്രീനും പർപ്പിൾ ഷെയ്ഡും ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അരികിലോട് ചേർന്ന് നമ്മൾ ഫുള്ള് കവർ ചെയ്ത് അതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അടുപ്പിച്ച് തന്നെ നമുക്ക് വെക്കാം, കാരണം നമ്മൾ ബുഷിയായിട്ട് വളർത്താനാണല്ലോ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് അതിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് ഏകദേശം വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ സെൻറ്ററിൽ അടുത്ത വെറൈറ്റി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടുഭാഗത്തേക്ക് നിൽക്കുന്ന ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അത് നമ്മൾ ചെടി വെക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് കളയാനുള്ളതായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് കളയാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചെടി വെക്കുന്നതിന് മുമ്പ് ഈ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ജോലി കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയാണ്, കാരണം നടുക്ക് മറ്റൊരു പ്ലാന്റ് വെക്കാനായിട്ടുള്ള സ്പേസ് വേണം. അതുമാത്രമല്ല, ഈ ഇലകളിങ്ങനെ മണ്ണിൽ മുട്ടിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഇല അവിടെ കിടന്ന് ചീയും. അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇലകളൊന്നും വേണമെന്ന് തന്നെ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇലകളും വെട്ടി മുകൾ ഭാഗത്തെ ആ 2-3 ഇലകൾ മാത്രം നിലനിർത്തിയിട്ട് ഈ പ്ലാന്റ് വെച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സെൻറ്ററിലുള്ള പ്ലാന്റും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ 3 പ്ലാന്റാണ് സെൻറ്ററിൽ വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഫുള്ള് വെച്ച് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മാറ്റി അധികം വെയിലൊന്നും കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് ഇതിന് നമ്മൾ മാറ്റി വെക്കണം. കാരണം ഇതൊന്ന് അത്യാവശ്യം വേര് പിടിച്ച് വരുന്നത് വരെ നമ്മളധികം വെയിലേക്കാത്ത സ്ഥലത്തേക്ക് ഇതിനെ വെച്ച് നന്നായിട്ട് കെയർ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ വെച്ചാലും അധികം പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചെടിച്ചട്ടിയിൽ പ്ലാന്റ്സ് വെച്ചു, സെറ്റ് ചെയ്തു. നമ്മൾ കുറച്ച് ലീവ്സ് കൂടെ വെട്ടിക്കളയുവാണ്. താഴെയുള്ള ലീവ്സൊക്കെ കുറച്ചുകൂടെ വെട്ടിക്കളയുവാണ് നമ്മൾ. അങ്ങനെ നമ്മളൊക്കെ വെട്ടി റെഡിയാക്കി. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബുഷിയായിട്ട് വളർന്നതിന് ശേഷം നമ്മളിതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം. ഇതിപ്പോൾ പ്ലാന്റ് പ്രൊപ്പഗേഷൻ്റെ ഒരു രീതി. വേറൊരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുത്ത് താഴെ ഭാഗത്തുള്ള ഇലകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മളൊരു പോട്ടിലോ എന്തിലെങ്കിലും കുറച്ച് വെള്ളം എടുത്തിട്ട് ആ താഴ്ഭാഗം മാത്രം ഒന്ന് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ 1 വീക്ക് കഴിയുമ്പോൾ നന്നായി വേരുകൾ വന്ന് നമുക്കതെടുത്ത് നട്ട് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇലച്ചെടിയുടെ വിശേഷങ്ങൾ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്